നിനക്ക് അടുത്ത പണി വരുന്നത് നീ കാത്തിരുന്നോ. പിന്നെ നീ പറഞ്ഞല്ലടാ ഷാജില്ലേ മക്കളെ വളർത്തി വെച്ചിരിക്കുന്ന ഒരാളുടെ മുതലും പിന്നെ നീ പറഞ്ഞ ഈ താത്താനെയും ഈ പറഞ്ഞ വീടും എല്ലാം നീ കൊണ്ട് തെളിവ് അടക്കം കൊണ്ടുപോവാ. പിന്നെ ഷാജി വിളിച്ചാൽ പോലും ആരുടെയും വീട് കയറാത്ത ഒരാളാണ് ഞാൻ. വിളിച്ചാൽ പോലും ഞാൻ ആരുടെയും വീട്ടിൽ കയറലില്ല. എൻ്റെ മക്കൾ തീരെ പോവലില്ല. എൻ്റെ മക്കൾ എൻ്റെ നാട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ അവിടെ ഇരുന്ന് അവിടെ നാലോരം കളിക്കാന്നാലും മക്കൾ പുറത്തു പോവില്ല. വേറെ ഒരാളുടെ വീട്ടിൽ കയറില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി എൻ്റെ മക്കൾ ഒരാളുടെ വീട്ടിൽ കയറിയിട്ടില്ല. പിന്നെ ചിരിച്ചു വീട്ടിൽ കയറി സാധനങ്ങൾ കട്ടു എന്ന് പറഞ്ഞ നിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ മക്കളിനെ കുറിച്ച് നീ അനാവശ്യം മോശം എൻ്റെ മക്കളിനെ കള്ളന്മാരാക്കിയിട്ടുള്ളതില്ലേ, അത് നിന്റെ മക്കളുടെ തൊഴിലായിരിക്കും. അല്ലെങ്കിൽ നിന്റെ തള്ള പണ്ട് നിന്നെ പഠിപ്പിച്ച തൊഴിലായിരിക്കും. ഷാജിക്ക് ആ തൊഴിലും ഇല്ല, ഷാജിന്റെ മക്കൾക്ക് ആ തൊഴിലും ഇല്ല. മൈര പിന്നെ ഞാൻ തെറി വിളിക്കൂടാ. തെറി വിളിക്കുന്നത് അതൊരു സുഖാണ്. നിന്നെ തെറി വിളിക്കുമ്പോഴല്ലേ ഭയങ്കര സുഖാണ്. കാരണം എന്താണെന്നറിയോ, നിന്നെ പോലുള്ളവന്മാർക്ക് കേൾക്കണം. പിന്നെ നീ തെറി വിളിക്കില്ല. നീ പിന്നെ ഫാത്തിന അന്ന് 9 മോനെ എന്ന് പറഞ്ഞില്ലേ, അത് തെറിയല്ലേടാ മൈര. പിന്നെ എന്നെ വേശി വെടി എന്നൊക്കെ പറയണത് നിന്റെ നാട്ടിൽ നല്ല പേരാണോ? എൻ്റെ മക്കളെ നീ തെളിവടക്കം കൊണ്ടുവരണേ. ഇല്ലെങ്കിൽ ഷെരീഫ് ഉള്ളിൽ പോകേണ്ട കേസാണ്. കാരണം ഞാനിത് എന്തായാലും ഇത് വിടാൻ തീരുമാനിച്ചില്ല. എൻ്റെ മക്കളെ കള്ളനാക്കിയ സ്ഥിതിക്ക് ഞാൻ വിടാൻ തീരുമാനിച്ചില്ല. ഇതുവരെ നീ എന്നെ തൊട്ട് കളിച്ചു. ഇപ്പം എൻ്റെ മക്കളെ തൊട്ട് കളിക്കാൻ തുടങ്ങി. മക്കളെ തൊട്ട് കളിച്ച ഷെരീഫെ നീ കളി പഠിക്കും. ഓക്കെ, നീ പണ്ട് പറഞ്ഞ പോലെ അല്ല. പിന്നെ നിന്റെ തള്ളൻ്റെ അടുത്തും നിന്റെ കെട്ടികളുടെ അടുത്തും ഞാൻ മാപ്പ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയായിട്ട് ആ പൊരുത്തപ്പെടിക്കലിനെ ഇല്ലാണ്ടാക്കിയതാരാ? നീ പറഞ്ഞല്ലോ നിന്റെ തള്ള പറഞ്ഞ ഞാൻ കേൾക്കും, ഞാൻ ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യില്ല പറഞ്ഞ നീ ക്രിമി അടിച്ചിട്ട് ഞാൻ വേറൊരാളുടെ അക്കൗണ്ടിൽ പോയി കമന്റ് ഇട്ടപ്പോൾ ക്രിമി അടിച്ച് കയറി വന്നല്ലോ. എന്തേ ഇത്ര നിനക്ക് കുരു പൊട്ടി? അവൻ പറഞ്ഞൊക്കെ 100% സത്യമെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് എനിക്ക് കമന്റ് ബോക്സിൽ എന്ത് വേണമെങ്കിലും ഇടാം. അത് എൻ്റെ റൈറ്റ്സ്. ഈ ദുനിയാവിൽ എല്ലാവർക്കും അവരുടേതായ ഇതുണ്ട്. പിന്നെ എൻ്റെ മക്കള് എവിടെയാണ് കയറിയത്, എവിടെയാണ് കട്ടത് എന്ന് നീ തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ തെളിയിപ്പിക്കും. ഓക്കെ, ഇതില്ലേ നീ ഇപ്പൊ പറഞ്ഞ സംഭവം എൻ്റെ കുട്ടികളുടെ പേർക്ക് ഒരു കംപ്ലൈന്റ് വരട്ടെ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുന്നു. കാരണം ഇവിടെ സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്തപ്പോഴും നീ അവിടെ നിന്ന് മുങ്ങിയതാണ് മെല്ലെ. പക്ഷേ മക്കളുടെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ മക്കൾക്ക് കേസ് ഉണ്ടടാ, മക്കളുടെ കോടതി ഉണ്ടടാ. ചൈൽഡ് ലൈൻ എന്ന് പറയും, ചൈൽഡ് ലൈൻ. അതിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ എൻ്റെ മക്കളെ കള്ളന്മാരാക്കി ഈ സമൂഹത്തിൽ ചിത്രീകരിച്ച നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ കാത്തിരുന്നോ. പിന്നെ അടുത്തതായിട്ട് നിനക്ക് വന്നുകൊണ്ടിരിക്കും. മഞ്ചേരി സ്റ്റേഷനിലല്ലേ കയറിയിട്ടുള്ളൂ, നീ ഇല്ല എല്ലാ സ്റ്റേഷനുകളും നീ കയറാൻ പോണുള്ളൂ. പിന്നെ കഥ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ കഴുതനോട് ഉപമിച്ചല്ലോ, അവിടെ കഴുതയ്ക്ക് ബുദ്ധി ഉണ്ടാ, കഴുത നല്ല ചുമക്കുണ്ടാ. നിന്നെ പോലെ ചെറ്റായിട്ട് കാറിന്റെ ഉള്ളിൽ AC ഇട്ടിട്ട് കഴുതിയിരിക്കുന്നില്ല. കഴുത നല്ല ചുമക്കുണ്ട്. അത് നല്ല ബുദ്ധിയുള്ള മൃഗമാണ്. കഴുത എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ വിചാരം ഒന്നും ഇല്ലാന്നാണ്. പക്ഷെ ആ കഴുത മനുഷ്യന്മാരുടെ എല്ലാ ഇതും ചുമന്നിട്ട് നടക്കണ ഒരു മൃഗമാണ്. അപ്പൊ എനിക്ക് നിന്നോട് പറയാനെന്ന് വെച്ചാല് അവിഹിതം കുത്തിപ്പൊക്കി നടന്നില്ല. ഇപ്പൊ എൻ്റെ മക്കളുടെ കള്ളന്മാരാക്കി. എടാ ഷാജിയും മക്കളും ആ നെല്ലിക്കാട് നാട്ടിലും 1 മൈൽ നാട്ടിലും കോയമ്പത്തൂർ നാട്ടിലും ജീവിച്ച ആൾക്കാരാണ്. ഞാൻ പറയുന്ന വ്യക്തി ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പോയില്ല. ഞാൻ എൻ്റെ വീട്ടിലായാലും എൻ്റെ അമ്മായിമാരടുത്ത വേറുള്ളവരുത്ത ഞാൻ ഈ കുടുംബശ്രീ കച്ചറ കേസിനൊന്നും ഞാൻ പോവലില്ല. നുണകൾ പറയാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവളുടെ കുറ്റം അവിടെ പറയാനോ അവളുടെ കുറ്റം ഇവിടെ പറയാനോ ഷാജി നിൽക്കലില്ല. പിന്നെ എൻ്റെ മക്കള് ഞാൻ പോവാണെങ്കിലും കൂടി എൻ്റെ പിന്നാലെ വരാത്ത മക്കളാണ്. അല്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞാലും എന്നെ പിടിച്ചു വലിച്ച് പോണ്ടെന്ന് പറയുന്ന എൻ്റെ മക്കളാണ്. കബീറിന്റെ വിത്താണ്. കബീറിന്റെ ഇവിടെ ഷെരീഫ് ഇവിടെ നോക്ക്. നിന്റെ തന്ത ബഷീർ കുത്തി ഉണ്ടാക്കിയതല്ല, കബീർ നല്ല നട്ടലുള്ള കബീർ ഉണ്ടാക്കിയ വിത്താണ്. അതില്ലേ 1 റുപ്യ തന്നാലും 1 റുപ്യല്ല എത്ര റുപ്യ അവരുടെ കണ്ണിന് മുന്നിൽ കാണിച്ചാലും അവരുടെ മുതലല്ലാത്ത ഒരു മുതൽ ആ മക്കള് തൊടില്ലാടാ നായിൻ്റെ മോനെ ഷെരീഫെ. അപ്പോ എൻ്റെ കുട്ടികളെ കള്ളന്മാരാക്കിയിട്ട് നീ വിലസാൻ ഈ മണ്ണാർക്കാട് നാട്ടിൽ വിലസാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. പിന്നെ നീ തെളിയിക്കണം.
എവിടെയാണ്, എന്താണ്, ഏത് താത്താന്റെ മൂട്ടിലാണ് പോയത് എന്നും കൂടി തെളിയിക്കണം. ഏത് താത്താന്റെ മൂട്ടിലാണ്. കഥ ഉണ്ടാക്കാൻ നീ ഭയങ്കര മിടുക്കനാണല്ലോ, അത് നീ കണ്ടേ തെളിയിച്ച കാര്യമാണല്ലോ. പിന്നെ നിന്റെ ഒരു വളിഞ്ഞ കോമഡി കൊണ്ടിട്ട് ആരുടെ ചിരിക്കണെന്ന് അറിയാം. നിന്നെ താങ്ങുന്ന തേവിടിച്ചുകളാ, നിന്നെ താങ്ങുന്ന കുറെ തേവിടിച്ചുകളുണ്ട് യൂട്യൂബില്, അവളുമാര് ചിരിക്കായിരിക്കും, അല്ലാത്തവര് ചിരിക്കില്ല. പിന്നെ എന്റെ മക്കളെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് നിനക്ക് കിട്ടൂടാ മോനെ, അതിനുള്ളത് ഞാൻ തരണ്ട്. കാത്തിരിക്കായിരുന്നു. മക്കളിനെ കുറിച്ച് നീ പറയാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. എന്നാലാണ് എനിക്ക് ചൈൽഡ് ലൈനിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ ഒരു തെളിവ് വേണം. അതിനുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്താലും ഈ തെളിവും കൊണ്ട് ഞാൻ അവിടെ പോകും. കാരണം സമൂഹത്തിൽ ജീവിക്കുന്ന മക്കളാണ്, സ്കൂള് കോളേജുകളിൽ പോണ മക്കളാണ്. നിന്റെ തോന്നിയാസം നിർത്താണ്ട് നീ ഇനി ഇത് തുടരുകയാണെങ്കിൽ മോനെ ഷെരീഫെ, നിന്റെ ജീവിതം ഇതോടെ തീരും. കാരണല്ലേ ഇനി അധിക കാലം ഇല്ല നിനക്ക്, അധികകാലം നിനക്കില്ല. നിന്നെപ്പോലെ കുറച്ച് തേവിടിച്ചുകൾ നിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് കമന്റ് ഇടുന്നുണ്ട്. അതേ തേവിടിച്ചുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കമന്റ് ഇടുന്നതുകൊണ്ട് നിനക്ക് കുറച്ച് നെകളിപ്പുണ്ടാവും. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇടാണ്ട് പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് അയക്കണ കുറേ ആൾക്കാരുണ്ടടാ മോനെ ഷെരീഫെ. എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇടുന്ന കമന്റുകൾ നിന്നെ താങ്ങണ തേവിടിച്ചുകളാണ്. കാരണം നിന്റെ ആൾക്കാരാണ്. അവർക്ക് എൻ്റെ അധപ്പതനും എൻ്റെ മക്കളുടെ അധപ്പതനും കാണാൻ വേണ്ടി വെയിറ്റിങ്ങിലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നീ ഇപ്പൊ ഇറക്കിയ സ്റ്റേറ്റ്മെന്റിന് തെളിവടക്കം കൊണ്ടുവരണം. ഷെരീഫ് എന്ന നായിന്റെ മോന് തെളിവടക്കം ഇവിടെ കൊണ്ടുവരണം. പണ്ട് അതേപോലെ തന്നെ ഏതോ ഒരുത്തന്റെ പൈസ മേടിച്ചു എന്ന് പറഞ്ഞാൽ തെളിവടക്കം ഷെരീഫ് ഇവിടെ കൊണ്ടുവരണം. വെറുതെ വായും കൊണ്ട് മുട്ട പൊരിച്ചിട്ട് കാര്യമില്ലടാ നായേ, വെറുതെ വായും കൊണ്ട് മുട്ട പൊരിക്കണ്ടടാ നായേ. അത് വെറുതെ ആണടാ നായേ. നീ ഇല്ലേ എന്താ പറയാ, കണ്ടന്റ് ഇല്ലെങ്കിലേ നീ ഇല്ലേ തീട്ടന്മാര് തിന്നി പോയിട്ട് കക്കൂസ് നിറഞ്ഞു കിടക്കണ്ടാവും, പോയി തീട്ടന്മാര് തിന്നി. നിനക്ക് മറ്റേ വയർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലേ അത് കുറച്ച് വാരിയിട്ട് നീയും നിന്റെ മക്കളും നിന്റെ തള്ളയും നിന്റെ തന്തിയും തിന്നണത് നല്ലതായിരിക്കും. പിന്നെ നിന്റെ തള്ള എത്ര വെടിപ്പായ തള്ളയാണ് പറഞ്ഞാൽ നിന്നെ എന്നോ അടക്കി ഒതുക്കിയിട്ടുണ്ടാവും നിന്റെ തന്തിയും. നിന്റെ കെട്ടിയോളും നിന്റെ ഇത്ര വെടുപ്പായിട്ടുള്ള പെർഫെക്റ്റ് കെട്ടിയോളാണ് പറഞ്ഞാൽ എന്നോ ഇതൊക്കെ നിർത്തിയിട്ട് നിന്നെ അടങ്ങാന് പണിക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവും അവള്. കാരണം അവളും ഇരുന്ന് സൂചിച്ച് തിന്ന് കണ്ടു, കെട്ടിയോനെ ഇവിടെ നിർത്തിയിട്ട് മറ്റുള്ളവരുടെ പച്ചിറച്ചി തിന്നിട്ട് കണ്ടു. അപ്പൊ മോനെ ഷെരീഫെ, ഇപ്പൊ ഇറക്കിയ സ്റ്റേറ്റ്മെന്റിന് തെളിവടക്കം കൊണ്ടുതന്നെ, തെളിവടക്കം നീ കൊണ്ടുവരണം. പിന്നെ നിന്റെ ഇളക്കം എന്താന്ന് വെച്ചാല് ഫാത്തിനെ കുറെ കഥ ഉണ്ടാക്കി നടന്നില്ല, എന്നെ കുറെ കഥ ഉണ്ടാക്കി നടന്നില്ല, നമ്മൾ അതിലൊന്നും വീണില്ല. ഇപ്പൊ എന്റെ മക്കളെ വെച്ച് കഥ ഉണ്ടാക്കി. എടാ മൈര, ഷാജി വളർത്തിയ മക്കൾ 5 ആൺകുട്ടികളില്ലേ, 5 പുലികളെ വളർത്തി വെച്ചിരിക്കുന്നത്. കണ്ടവന്മാരെ കാക്കാനല്ല പഠിപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കിട്ടിയാൽ തന്നെ എന്റെ മക്കളെ എടുത്തിട്ടാ